ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം എത്രാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞത്? 21 വായിച്ചിട്ടേ ഉള്ളൂ, എടുക്കണം. ഏതാണ്? 21 എടുത്തു. 22 നോക്കണം. അപ്പം ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം 21, 22, 23 ശ്ലോകത്തിലേക്ക് സ്വാഗതം. കർമ്മയോഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഇതുവരെ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. ഇപ്പം എല്ലാം, അതായത് എങ്ങനെ നമ്മൾ ഭഗവാനോട്ട് അടുക്കുമ്പോഴത്തേന് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്. ഇപ്പം 10 മുതൽ 16 വരെ കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർമ്മയോഗ പെർഫോമിംഗ് ഡിറ്റാച്ച്ഡ് വർക്ക് ടു സെറ്റ് ദ എക്സാമ്പിൾ. ഇത് വളരെ പ്രധാനമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭക്തൻ ആകാൻ ശ്രമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരെയും ഭക്തൻ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം ഭക്തന്റെ പരിധിയിൽ, ഭക്തന്റെ നിർവചനത്തിൽ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, കുറെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഡിവോട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുവരെ ഭക്തിയുത സേവകൻ എന്ന് പറയാം. ഭക്തിയുത സേവന മാർഗത്തിലേക്ക് ചരിക്കുന്നവൻ, ഭഗവാനെ സേവിക്കുന്നവൻ, അല്ലെങ്കിൽ ഭക്തന്മാരെ സേവിക്കുന്നവൻ എന്ന് മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അവിടെ ആ ഭക്തിയുത സേവനം നമ്മൾ ഏത് രീതിയിലാണ് നോക്കുന്നതെന്നുള്ളതാണ്. അത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് നമ്മൾക്കും ഗുരുവിനും ഭഗവാനും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനാണ്. ഈ 3 കൂട്ടർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. നമ്മൾ വീണ്ടും ആ ശ്ലോകത്തിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ആചരതി ശ്രേഷ്ഠ സത് ദേവതരോ ജനക സത് യത് പ്രമാണം കുരുതേ ലോക സത് അനുവർത്തതേ. അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോകുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാ വാപ്തവ്യം വർത്ത ഏവച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം. റിപ്പീറ്റ് ചെയ്യാം. ത്രിഷു ലോകേഷു കിഞ്ചന നമേ പാർത്ഥാസ്തി കർത്തവ്യം. ത്രിഷു ലോകേഷു കിഞ്ചന അനവാപ്തമാപ്തവ്യം. നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം. ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ശബ്ദാർത്ഥം ശ്രീല പ്രഭുപാദ കി ജയ്. പാർത്ഥ, ഹേ പാർത്ഥ, ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും മേ എനിക്ക് കർത്തവ്യമായിട്ട് കിഞ്ചന ഒന്നും ന അസ്തി ഭവിക്കുന്നില്ല. അനവാപ്തം വേണ്ടതും
അവാപ്തവ്യം പ്രാപിക്കേണ്ടതായിട്ടും ഇല്ല. കർമ്മണിയേവ നിയത കർത്തവ്യത്തിൽ തന്നെ വർത്തേശ ഞാൻ വർത്തിക്കുകയും ചെയ്യുന്നു. ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ചെയ്യും. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഭഗവാൻ ആത്മാരാമനാണ്. ആത്മാരാമൻ എന്ന് നോട്ട് ചെയ്തു. ആത്മാരാമൻ, സ്വയം പര്യാപ്തനായ ആത്മാരാമൻ. ഭഗവാനെ ആത്മാരാമൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം. അൺമ്യൂട്ട് ചെയ്യാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ജയപ്രകാശ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. രാജു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ ബ്രോ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മ. ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്യ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. അച്ഛനവിടെ. ആമി. പാട്ട് പാടുക. ഓക്കെ. നിവേദ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. പ്രഹ്ലാദ് ചേട്ടാ. ഹരേ കൃഷ്ണ.
न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं वर्त एव च कर्मणि न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं वर्त एव च कर्मणि। प्रसिद्ध माताजी। न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं वर्त एव च कर्मणि। ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं वर्त एव च कर्मणि. ചേച്ചി വായിച്ചായിരുന്നു? എനിക്ക് ശ്രദ്ധയില്ലാത്തതല്ലേ. ഹരേ കൃഷ്ണ. അപ്പം വിവർത്തനം. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. എനിക്കില്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭാവാർത്ഥം പ്രസിദ്ധമാതായി വായിച്ചോളൂ. ഭാവാർത്ഥം. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. തമീശ്വരാണാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവദമ്പതീം പദീനാം പരമം പരസ്താദ്വിതാമദേവം ഭുവനേശമീഡ്യം ന തസ്യ കാര്യം കരണം ച വിദ്യന തത്സമശ്ചാദ്യദിഗശ്ച ദൃശ്യത്തെ പരാസ്യ ശക്തിർവിവിധൈവ ശ്രൂയതേ സ്വാഭിവീകി ജ്ഞാനബലക്രിയാച. നിയന്താക്കളെ എല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. നാനാഗ്രഹാധിപതികളിൽ വെച്ച് ശ്രേഷ്ഠനുമാണ് അവിടുന്ന്. എല്ലാവരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. അവയൊന്നും സ്വയം പരമാധികാരിയല്ല. അദ്ദേഹം സർവ്വദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളെക്കാളും നിയന്താക്കളെക്കാളും എത്രയോ സമുന്നതനും അവർക്കെല്ലാം പൂജനീയനുമാണ്. കാരണങ്ങൾക്കെല്ലാം ആദി കാരണമായ അദ്ദേഹം കാരണങ്ങൾക്കും നയന ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. നയന ശ്ലോകം ഏതാ? കാരണങ്ങൾക്കെല്ലാം ആദി കാരണമായ അദ്ദേഹം. ശ്ലോകം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിവിന്ദ കാരണം. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. സാധാരണ ജീവാത്മാവിന്റെ മൂർത്തരൂപം പോലെയല്ല ശ്രീ ഭഗവാന്റേത്. അദ്ദേഹത്തിന്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല. നിരപേക്ഷനാണ് അദ്ദേഹം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തന്റെ ഏത് ഇന്ദ്രിയത്തിനും മറ്റേതൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനനായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെയില്ല. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. ശ്വേതോത്തരോപനിഷത്ത് 6-7-8. ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണ സത്യമായും നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ട കാര്യം ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവനും മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. 3 ലോകങ്ങളിൽ നിന്നും നേടേണ്ടതായ ഒന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം? എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചുമതലയാണല്ലോ. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നിരിക്കലും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. ഹരേ കൃഷ്ണ. ഭഗവാൻ നോക്കൂ, നമുക്ക്
ഇവിടെ പറഞ്ഞത് കർമ്മയോഗം 17 മുതൽ 35 വരെയുള്ള ശ്ലോകം നമ്മൾ പറഞ്ഞതാണ് പെർഫോമിങ് ഡിറ്റാച്ച്ഡ് വർക്ക് ടു സെറ്റ് ദ എക്സാമ്പിൾ. ആ ഒരു എക്സാമ്പിൾ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ജീവിതത്തിനും വേണ്ടത്. നമുക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് നമ്മൾ അതിനെ പിന്തുടരണം. അത് ഒരു കുടുംബത്തിലാണെങ്കിലും, അതല്ല ഒരു കലാലയത്തിലാണെങ്കിലും, അതല്ല ഒരു ആത്മീയതയിലാണെങ്കിലും, അവിടുത്തെ ആ ലീഡ് ചെയ്യുന്ന ആള് ആരാണോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ സമൂഹത്തില് ഇത്തരം നേതാക്കളും ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞു ആചരതി ശ്രേഷ്ഠ തത്തേവതരോ ജനഹ സയത് പ്രമാണം കുരുതേ ലോകാസ്പദന് വർത്തതേ. ഹേ ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും. അപ്പൊ ആ ഒരു ശ്രേഷ്ഠനായ വ്യക്തി ആരെന്ന് കാണിക്കാൻ ഭഗവാൻ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നു. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. യദ്ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യത്ത് ഇന്ദ്രിതഃ മമ വർത്തമാനു വർത്തന്തി മനുഷ്യ പാർത്ഥ സർവശഃ. യദ്ഹ്യഹം ന വർത്തേയം. റിപ്പീറ്റ് ചെയ്യാം. യദ്ഹ്യഹം ന വർത്തേയം. യദിഹ്യഹം ന വർത്തേയം. ന വർത്തേയം. യദ്ഹ്യനഹം ന വർത്തേയം. യദ്ഹി അഹം ന വർത്തേയം. യദിഹ്യഹം ന വർത്തേയം. അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തോളൂ. യദിഹ്യഹം ന വർത്തേയം. ജാതു കർമ്മണ്യത് ഇന്ദ്രിതഃ. യദ്ഹി അഹം ന വർത്തേയം. ജാതു കർമ്മണ്യത് ഇന്ദ്രിതഃ. മമ വർത്തമാനു വർത്തന്തി. മനുഷ്യ പാർത്ഥ സർവശഃ. മമ വർത്തമാനു വർത്തന്തി. മനുഷ്യ പാർത്ഥ സർവശഃ. ഹി എന്തുകൊണ്ടെന്നാൽ ജാതു ഒരിക്കലും അതന്ത്രിതഃ അലസത കൂടാതെ അഹം ഞാൻ കർമ്മണി കർമ്മത്തിങ്കൽ നിയത കർത്തവ്യ നിർവഹണത്തിൽ യതി ന വർത്തേയം വർത്തിക്കുകയില്ലെങ്കിൽ പാർത്ഥ അല്ലയോ പാർത്ഥ മനുഷ്യാഹ മനുഷ്യർ സർവശക സർവപ്രകാരണേയും മമ എന്റെ വർത്മ മാർഗത്തെ അനുവർത്തന്തെ അനുവർത്തിക്കും. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീരഭൂപാദയ്ക്ക് ചെയ്യും. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. യദ്ഹ്യഹം ന വർത്തേയം. യദ്ഹ്യം ന വർത്തേയം. ജാതു കർമ്മണി അതന്ത്രിയഃ. ജാതു കർമ്മണ്യതന്ത്രിതഃ. യദ്ഹ്യഹം ന വർത്തേയം. യദ്ഹി അഹം ന വർത്തേയം. ജാതു കർമ്മണ്യത് അതന്ത്രിതഃ. ജാതു കർമ്മണ്യതന്ത്രിതഃ. മമ വർത്തമാനു വർത്തന്തി. മമ വർത്തമാനു വർത്തന്തി. മനുഷ്യ പാർത്ഥ സർവശഃ. മനുഷ്യ പാർത്ഥ സർവശഃ. സുശിംറു. യദ്ഹി അഹം ന വർത്തേയം. ജാതു കർമ്മണ്യതന്ത്രിതഃ. മമ വർത്തമാനു വർത്തന്തി. മനുഷ്യ പാർത്ഥ സർവശഃ. ജയപ്രകാശ് പ്രഭു. യദിഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ. മമ വർത്തമാനു വർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. യദിഹം ന വർത്തേയം തന്ത്രിതഃ മമ വർത്തമാനു വർത്തന്തെ
मनुष्या पार्थ सर्वशः यदि ह्यहं न वर्तेयं जादुकर्मण्यदिन्द्रितः मम वर्त्मानुवर्तन्ते मनुष्य पार्थ सर्वशः. अन्दना यदि ह्यं न वर्तेयं जादुकर्मण्य अतन्द्रितः मम वर्तानुवर्तन्ते मनुष्य पार्थ सर्वशः. यदि अहं न वर्तेयं जादुकर्मण्यतन्द्रितः वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. यदि ह्यहं न वर्तेयं जादुकर्मण्यतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. यदि ह्यहं न वर्तेयं जातुकर्मणि अतन्त्रिता मम वर्तामनुवर्तन्ते मनुष्या पार्थ सर्वशः. हरे कृष्ण. यदि ह्यहं न वर्तेयं जादुकर्मण्यतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. ശില്പമാതാജി ഉണ്ടോ? ഓക്കെ. ആമി. हरे कृष्ण. यदि ह्यहं न वर्तेयं जादुकर्मणि अतन्द्रितः मम वर्तमानुवर्तन्ते मनुष्य पार्थ सर्वशः. कृष्ण. यदि अहं न वर्तेयं जादुकर्मणि अतन्त्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. यदि अहं न वर्तेयं जादुकर्मण्यतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. यदि अहं न वर्तेयं जादुकर्मण्यतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. ചേട്ടൻ. यदि ह्यहं न वर्तेयं जादुकर्मण्य अतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. यदि ह्यहं न वर्तेयं जादुकर्मणि अदिन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. प्रसिद्ध माताजी. हरे कृष्ण. यदि ह्यहं न वर्तेयं जादुकर्मणि अतन्द्रितः मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. യതി യത്ഹ്യഹം ന വർത്തേയം ജാദുകർമ്മണി അതന്ദ്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഭാവാർത്ഥം പ്രഹ്ലാദൻ ചേട്ടാ വായിച്ചോളൂ. ഭാവാർത്ഥം പ്രഭുപാദകി ജയ്. ബുക്കില്ല ബുക്കൊക്കെ പോയി. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭുപാദ്. ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായ സാമൂഹ്യ സ്വാസ്ഥ്യം പുലർത്തി പോരാൻ വേണ്ടി വംശപാരമ്പര്യം അനുസരിച്ചുള്ള ആചാരങ്ങൾ സംസ്കാര സമ്പന്നനായ ഏതു മനുഷ്യനും വിധിക്കപ്പെട്ടിട്ടുണ്ട്. ബദ്ധരായ ജീവാത്മാക്കളെയല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നവയല്ല ഈ നിബന്ധനകൾ.
എങ്കിലും തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാകയാൽ അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. എങ്കിലും തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഏതാ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല, എങ്കിലും ചോദിച്ചതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ശ്ലോകമാണ്. പുനഃസ്ഥാപിക്കുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. വായിച്ചോളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവോത്കൃഷ്ടമായ ആധികാരികത്വം ഓർത്ത് സാധാരണ ജനങ്ങളെല്ലാം അവിടുത്തെ പിന്തുടരും. മതപരങ്ങളായ എല്ലാ ആചാരങ്ങളെയും നല്ലൊരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഗൃഹത്തിലും പുറത്തും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഷ്ഠിച്ചിരുന്നുവെന്ന് ഭാഗവതത്തിൽ നിന്നറിയാം. ഹരികൃഷ്ണ. മതപരങ്ങളായ എല്ലാ ആചാരങ്ങളെയും നല്ലൊരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഗൃഹത്തിന് പുറത്തും ഗൃഹത്തിലും പുറത്തും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഷ്ഠിച്ചിരുന്നുവെന്ന് ഭാഗവതത്തിൽ നിന്നറിയാം. ഇതുപോലെ തന്നെയായിരുന്നു ശ്രീരാമചന്ദ്രൻ. കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ആ പ്രൊസീജിയർ അവർ ഫോളോ ചെയ്തിരുന്നു. ഇവിടെ 2 ശ്ലോകത്തിൽ പറയുന്നു, പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്കില്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അടുത്ത് പറയുന്നു, വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഞാൻ ഐഡിയലായിട്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളും ഐഡിയലായ. ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ അതും പിന്തുടരും. 2 ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് ജനങ്ങൾ പിന്തുടരും. കാര്യം നേരത്തെ പറഞ്ഞ ശ്ലോകം, ആചരതി ശ്രേഷ്ഠ. ശ്രേഷ്ഠരായ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അധികാര സ്ഥാപനങ്ങളിൽ പോലും ആത്മീയമായി ജ്ഞാനമുള്ളവര് ഇരിക്കണം എന്ന് വൈദിക സാഹിത്യം, വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒരു രാജാവിന് പൂർണ്ണമായ യോഗ്യത അത് വേണം. ജനക മഹാരാജാവിനെ എടുത്തു കഴിഞ്ഞാലും, പരീക്ഷിത് മഹാരാജാവിനെ എടുത്തു കഴിഞ്ഞാലും, യുധിഷ്ഠിര മഹാരാജാവിനെ എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഈ ഉദാഹരണം നമുക്ക്, ദശരഥ മഹാരാജാവിനെ എടുത്തു കഴിഞ്ഞാലും ഈ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആത്മീയമായി ഉന്നമനായിട്ടുള്ള ഒരു വ്യക്തിയും ഭഗവാനെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ന നിലയ്ക്ക് ലീഡർഷിപ്പ് എടുക്കേണ്ടത്. അടുത്തൊരു ശ്ലോകം കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ഉത്സീദേയു ഇമേ ലോകാ, ഉത്സീദേയുർ ഇമേ ലോകാ. അൺമ്യൂട്ട് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഉത്സീദേയുർ ഇമേ ലോകാ, ഉത്സീദേയുർ ഇമേ ലോകാ. ജയപ്രകാശ് പ്രഭു അൺമ്യൂട്ട് ആയിട്ടില്ല. ഉത്സീദേയുർ ഇമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം, കർമ്മ ചേദഹം. ഉത്സീദേയുർ ഇമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം, കർമ്മ ചേദഹം. സംകരസ്യ ച കർത്താ, സംകരസ്യ ച കർത്താ. ശ്യാം ഉപഹന്യാം ഇമാം പ്രജാ, ശ്യാം ഉപഹന്യാം ഇമാ പ്രജാഃ, ശ്യാം ഉപഹന്യാം ഇമാ പ്രജാഃ, ശ്യാം ആദ്യത്തെ ലൈനിന്റെ കൂടെയാണ്. ആണോ? സംകരസ്യ ച കർത്താ ശ്യാം. ഓക്കെ, സംകരസ്യ ച കർത്താ ശ്യാം,
ഉപഹന്യാം ഇമാം പ്രജാഃ ഉത്സീദേയു ഇമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാ പ്രജാഃ. ശബ്ദാർത്ഥം ബഷീർ റൂപി. അഹം ഞാൻ കർമ്മ നിയത കർത്തവ്യത്തെ ന കുര്യാം ചെയ്യുകയില്ലെങ്കിൽ ഇമേ ലോകാഹ ഈ ലോകങ്ങൾ ഉച്ഛീദേയുഹു നശിച്ചു പോകും. അഹം സംകരസ്യ ഞാൻ വർണ്ണസങ്കരത്തിന് കർത്താവായി സ്യാം ഭവിച്ചുകൊണ്ട് ഇമാ പ്രജാഹ ഈ പ്രജകളെ ഉപഹന്യാം ച ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീരൂപാതയ്ക്ക് ചെയ്യും. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഉച്ഛേദേയു ഇമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹാം സംകരസ്യ ച കർത്താസ്യാം ഉപഹന്യാ ഇമാ പ്രജാഃ. ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം ബഹുപാദം. അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എങ്കിലും അതിനൊരു ശ്ലോകം, ഭാഗവത്തിലെ ശ്ലോകം വരുന്നു, അതും കൂടെ ഒന്ന് വായിക്കാം. നൈതത് സമാചാരേ ജാതു മനസാഭിഹി അനീശ്വരഃ വിനശ്യാത് ആചരൻ മൗഢ്യ യഥാ രുദ്രോക്തി ജംബിഷം ഈശ്വരാണാം വചഃസത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യസ്സവചോ യുക്തം ബുദ്ധിമാസ്തസമാചരേത്. ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തരായവരുടെയും ഉപദേശങ്ങൾ അനുസരിക്കുകയേ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് നന്മയ്ക്ക് ഉതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ. ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും. പക്ഷേ അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്നുള്ളവായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂടാ. രാജീവ് പ്രഭു ഇതിന്റെ ഭാവാർത്ഥം ഒന്ന് സ്പീഡ് വായിച്ചു. ഭാവാർത്ഥം വായിക്കണം. ശ്ലോകം നമുക്ക് പിന്നെ വായിക്കാം. ഹരേ കൃഷ്ണ. സമൂഹത്തിന്റെ സമാധാനം വഞ്ചിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം. ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാന പ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സമൂഹാസ്വസ്ഥ്യത്തെ തടയാൻ വേണ്ടിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാനാനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിന്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. സർവ്വ ജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ. നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴി പിഴച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിന്റെ തെറ്റുതിരുത്തുന്നു. ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നേറേണ്ടുന്നവരാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നു.
വിനശ്യാത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോബ്ധിജം വിഷം ഈശ്വരാണാം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യസ്വവാചോ യുക്തം ബുദ്ധിമാം തത് സമാചരേത്. ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തരായവരുടെയും ഉപദേശങ്ങൾക്കനുസരിക്കുകയെ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ. ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും. പക്ഷേ അവരുടെ പ്രവർത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്നുള്ളവയായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂടാ. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഈശ്വരന്മാരുടെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് നാം മനസ്സിലാക്കണം. മഹാശക്തന്മാരായ അവരുടെ അത്രത്തോളം കഴിവില്ലാത്ത നമ്മൾ എങ്ങനെ അനുകരിക്കും? ഒരു സമുദ്രത്തോളം തന്നെ വിഷം ശിവൻ കുടിച്ചെടുത്തു. ഒരു സാധാരണ മനുഷ്യൻ അതിലൊരു തുള്ളി കുടിച്ചാൽ മരിച്ചത് തന്നെ. കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ള ചില കപട ശിവഭക്തന്മാരുണ്ട്. ശിവന്റെ പ്രവർത്തികളെ അനുസരിക്കുന്നത് കൊണ്ട് തങ്ങൾ മരണത്തെ വിളിച്ചു വരുത്തുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില കപട ഭക്തന്മാർ അദ്ദേഹത്തിന്റെ രാസലീലകളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് ഗോവർദ്ധനോദ്ധാരണം സാധ്യമല്ലെന്ന് അവർ ഓർക്കാറില്ലതാണ്. പ്രഭാവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കുക നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ അനുസരിക്കാൻ തുനിയാതിരിക്കുന്നതാണ് ഉത്തമം. അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതകളില്ലാതെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും വരുത്. ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാതെ അനേകം കപടാവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഇത്രയും പറഞ്ഞത് 3 ശ്ലോകം. ഒന്ന്, ശ്രേഷ്ഠനായ വ്യക്തി എങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ 3 ലോകങ്ങളിലും ഭഗവാനെ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ആത്മാരാമനാണ്. എല്ലാം സ്വയം പര്യാപ്തനാണ് ഭഗവാൻ. നമ്മൾ സ്വയം പര്യാപ്തരല്ല. നമ്മൾ ബദ്ധ ജീവാത്മാക്കളാണ്. നമ്മൾ ആശ്രയിക്കുന്നവരാണ്. പക്ഷെ ഭഗവാൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിനെ ആത്മാരാമൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പിന്നെ പറയുന്നു, വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അതുപോലെ ജനങ്ങളെല്ലാം ഫോളോ ചെയ്യും, ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഇരുന്ന് കളയും, അലസന്മാരാകും. പിന്നെ കലിയുഗത്തില് പ്രത്യേകിച്ച് മന്ദാഹ സുമന്ദമതയോ, കലിയുഗത്തില് എല്ലാവരും മന്ദന്മാരാണ് എന്ന് ഭാഗവതം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലേസി, ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. പിന്നെ മണ്ടന്മാരും കൂടിയാണ്. മന്ദാഹ സുമന്ദമതയോ. പിന്നെ പറഞ്ഞു, ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെ എല്ലാം നാശമടയും, അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി ആരായിരിക്കണം, എങ്ങനെയുള്ളവനായിരിക്കണം. അതേസമയം തന്നെ ശ്രേഷ്ഠനായ വ്യക്തി ആ ഭഗവാൻ ഒരു എക്സാമ്പിൾ തരുമ്പോൾ ആ ഭഗവാന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയാണ് വേണ്ടത്. അതേസമയം ഭഗവാനെ അനുകരിക്കാൻ പാടില്ല എന്നുള്ളത്. അഭിനവ ദൈവങ്ങളുണ്ട്, അതായത് മനുഷ്യ ദൈവങ്ങൾ. ഇവിടെ അർജുനൻ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഫോം കാണിച്ചു കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിളാണ്. ആരെങ്കിലും ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അർജുനൻ ചോദിച്ചതുപോലെ ചോദിക്കാൻ ബാധ്യതയുണ്ട് നമുക്ക്. അത് കാണിച്ചു തരേണ്ട ബാധ്യത ഈ ക്ലെയിം ചെയ്യുന്ന ആൾക്കുമുണ്ട്, ഞാൻ ഭഗവാനാണെന്ന്. അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്താണ് ഭഗവാൻ. അതുപോലെ തന്നെ ഭഗവാന്റെ പാദങ്ങളിലെ അടയാളം ശംഖ്, ചക്രം, ഗദ, കൊട, മണി അങ്ങനെയുള്ളതാണ്. നമ്മുടെ ആണെങ്കിൽ വരയും കുറിയൊക്കെയാണ്. ഇവിടെ ഭഗവാൻ ആരാണെന്ന് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഭഗവാനെ പിന്തുടരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ഭഗവാനെ അനുകരിക്കുക അല്ല വേണ്ടതെന്ന് പറയുന്നു. അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇപ്പം
നമുക്ക് ഭഗവാനെ അവിശ്വസിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പൊ മോഡേൺ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സയന്റിസ്റ്റ് പറയുന്നത് എന്താണോ നമ്മളത് വിശ്വസിക്കും. കാര്യം നമുക്കറിയാം ആ സയന്റിസ്റ്റുകൾ, ആ ശാസ്ത്രജ്ഞര് അത് റീസെർച്ച് ചെയ്ത് അത് സത്യമാണ് എന്ന് തെളിഞ്ഞതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടം പൗരാണിക ശാസ്ത്രജ്ഞര് ഭഗവാനെ കണ്ട് തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ കൃത്യമായി പിന്തുടരേണ്ട ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ അനുകരണം എന്നുള്ളത് വളരെ അപകടാവസ്ഥയിലാണ്. ഇവിടെ പ്രഭുപാദർ പറയുന്നുണ്ട്, വി കനോട്ട് ഇമിറ്റേറ്റ് ഹിം. പക്ഷെ നമുക്ക് ആ ഉദാഹരണങ്ങളെ ഫോളോ ചെയ്യാം. സൂര്യപ്രകാശത്തിനെ പോലെ. ഇപ്പം സൂര്യപ്രകാശം ഏത് അഴുക്ക് ചാലിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ശുദ്ധീകരിപ്പിക്കപ്പെടും. അതേസമയം സൂര്യപ്രകാശം ചെയ്യുന്നത് പോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആവും. ഇത് അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ ഭഗവാൻ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇപ്പം ഗോവർദ്ധന പർവ്വതം പൊക്കി, ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാസലീല എല്ലാവരും എടുത്തു പറയുന്നതാണ്. ദശമസ്കന്ധത്തിലെ രാസലീല വലിയ കുട്ടിക്കൊല്ലി. പക്ഷെ രാസലീല എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാസലീല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ സോക്കാൾഡ് ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധത്തിലേ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ അതേസമയം ഈ പറയുന്ന രാസലീല ഭഗവാൻ ചെയ്തു അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്ന് പറയുന്ന വ്യക്തികളോട് ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ചിലര് മഹാദേവര് ഗഞ്ച വലിച്ചത് കൊണ്ട് ഞങ്ങൾക്കും വലിക്കാമോ. ഏ പരമവിഡ്ഢി, മഹാദേവര് വിഷവും കൂടി പാനം ചെയ്തു, നിനക്കത് കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം മറ്റൊരിടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിലും നമ്മുടെ സർക്കിളിന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ മാംസം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അവർ പറയുന്നതിന് ഉത്തരം ഞങ്ങൾ വിശ്വസിക്കുന്ന ആളും കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ റാസ്കൽസിന് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവിടെ അനുകരണമല്ല വേണ്ടത്, പിന്തുടർച്ചയാണ് വേണ്ടത്. ആ കാൽപ്പാടുകളെ എന്താണ് കാണിച്ചു തന്നിരിക്കുന്നത് അത് പിന്തുടരുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സൺഷൈൻ ക്യാൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ ഫിൽത്തി പ്ലേസ് ബട്ട് he is not infected. Sun is not infected, but if you go to the filthy place, you become contaminated immediately. ഇവിടെ ഭഗവാൻ എന്താണോ ചെയ്തു തന്നിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഉദ്ധവർ ഒരു കാര്യം പറയുന്നുണ്ട്. ഉദ്ധവരുടെ ഒരു ശ്ലോകമുണ്ട്, നോക്കട്ടെ. ശ്രീമദ് മഹാഭാഗവത്തില് 11ാമത്തെ സ്കന്ധത്തില് 19ാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ ശ്ലോകമാണ്. 11, 19, 9 എഴുതി വെച്ചത്. SB 11.19.9. ഉദ്ധവര് ഒരു സയന്റിസ്റ്റ് ആണ്. ഉദ്ധവര് പറയുന്നതാണ് 11.19.9. ഇതിന് ചെറിയൊരു ഉദാഹരണം മാത്രം. ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഉദ്ധവരെ മാത്രം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. താപത്രേന അവിഹതാസ്യ ഘോരേ സംതാഭിമനസ്യ ഭവ ആധ്വനീശ പശ്യാമി ന അന്യത് ശരണം തവാംഘ്രി. തവ ആംഘ്രി. ആംഘ്രി എന്ന് പറഞ്ഞാൽ ലോട്ടസ് ഫീറ്റ്, താമര പാദകമലങ്ങൾ. തവ ആംഘ്രി ധൃത്വാ അദപത്ര അമിത അഭിവനാശാത്. ഇതിന്റെ മീനിങ് പറയുന്നത്, മൈ ഡിയർ ഡിവോട്ടി, for one who is being tormented on the terrible path of birth and death and is constantly overwhelmed by the threefold miseries. ഏതാണ് threefold miseries?
താപത്രയം. ഏതൊക്കെയാണ്? നമ്മൾ പറയും താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. താപത്രയം, 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ദുഃഖങ്ങൾ: ആധ്യാത്മികം, അപ്പൊ ഇവിടെ my dear Lord, for one who is being tormented on the terrible path of birth and death, ജന്മ മരണ ജര വ്യാധി ഇല്ലേ, birth and death, and is constantly overwhelmed by the threefold miseries, I do not see any possible shelter other than your 2 lotus feet. I do not see any possible shelter. ഞാൻ വേറെ ഒരിടത്തും ഞാൻ ആശ്രയം കാണുന്നില്ല. എന്ത്? അങ്ങയുടെ ഈ 2 പാദകമലങ്ങൾ ഒഴിച്ചിട്ട്. Which are just like a refreshing umbrella that pours down showers of delicious nectar. അമൃത് ഒഴുകുന്നത് പോലെയാണ് അങ്ങയുടെ പാദകമലങ്ങൾ. ആ പാദകമലങ്ങളെ അല്ലാതെ വേറെ ഒരു ആശ്രയവും എനിക്ക് കാണുന്നില്ല ഭഗവാനെ എന്ന് ആര് പറയുന്നു? ഉദ്ധവർ പറയുന്നു. അതുപോലെ തന്നെയാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞത്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. അങ്ങ് പരബ്രഹ്മമാണ്, പവിത്രമാണ്, പരം ബ്രഹ്മ പരം ധാമമാണ്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. അസിതോ ദേവലോ വ്യാസ. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, അസിത മഹർഷി പറയുന്നു, വ്യാസ മഹർഷി പറയുന്നു, ദേവല മഹർഷി പറയുന്നു, സ്വയം അങ്ങ് തന്നെയും പറയുന്നു. ഇവിടെ ഇതൊക്കെ കേട്ടിട്ട് ഇത് പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ട് അത് പിന്തുടർന്നു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഡൗട്ട്, കാര്യം നമ്മൾ മോഡേൺ സയൻസിനെ എങ്ങനെ വിശ്വസിക്കുന്നു അതിലുപരി നമുക്ക് പൗരാണിക ചരിത്രത്തെ, ഓൾഡ് സയൻസിനെ നമുക്ക് വിശ്വസിക്കാം. കാര്യം മോഡേൺ സയൻസിനേക്കാൾ കൂടുതൽ എവിഡൻസോടുകൂടി പരീക്ഷിച്ച് അനുഭവിച്ചറിഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ ഭഗവത് ശാസ്ത്രം. ഇത് അതേപടി നമുക്ക് എടുത്തു കുടിക്കാം. ഒരിക്കല് പൂന്താനം നമ്പൂതിരി, വേറെങ്ങും പോകണ്ട, ഗുരുവായൂരമ്പലത്തിന്റെ ഒരു അനുഭവമാണ് പറയുന്നത്. പൂന്താനം നമ്പൂതിരി ഒരിക്കല് രാത്രി നടന്നുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തെ കള്ളന്മാര് ആക്രമിച്ചു. അന്ന് രാജാവിന്റെ പേര് സമോരിൻ രാജ. സമോരിൻ രാജയായിരുന്നു ആ സമയത്ത്. സമോരിൻ രാജയായിരുന്നു. ഇപ്പൊ രാജാവിന്റെ സമയത്ത് സമോരൻ എന്ന് പറയാൻ സാമൂതിരി രാജാവ്. സാമൂതിരി രാജാവിന്റെ സമയത്ത്, സാമൂതിരിയുടെ സമയത്ത് പൂന്താനം രാത്രി വിജനമായ സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു പറ്റം കള്ളന്മാര് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ വിരലിലെ മോതിരം ഊരിക്കൊണ്ടുപോയി. വേറൊന്നും അദ്ദേഹത്തിന്റെ അടുത്തില്ല, അതൊരു മോതിരം ഉണ്ടായിരുന്നു, ആ മോതിരം ഊരിക്കൊണ്ടുപോയി. അദ്ദേഹം വളരെ വിഷമിച്ചു, അദ്ദേഹം കരഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ സാമൂതിരി രാജാവിന്റെ മന്ത്രി അതുവഴിക്ക് വന്നു. അതായത് മന്ത്രിയാണെന്ന് അറിയുന്നില്ല. പൂന്താനത്തെ കാണും, പൂന്താനം കിടന്ന് കരയുന്നു. പൂന്താനത്തിന്റെ അടുത്ത് ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ കള്ളന്മാർ എന്നെ ആക്രമിച്ചു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, മാത്രമല്ല എന്റെ വിരലിലെ മോതിരം കൂടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്പൂതിരി പൂന്താനം ചോദിക്കും, അങ്ങാരാണ്? അപ്പം പറയും, ഞാൻ സാമൂതിരി രാജാവിന്റെ രാജകൊട്ടാരത്തിലെ മന്ത്രിയാണെന്ന് പറയും. ഞാനത് വീണ്ടെടുത്ത് തരാമെന്ന് പറയും. അങ്ങനെ ഈ കള്ളന്മാരെ പിന്തുടർന്നിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ മോതിരവും എടുത്ത് പൂന്താനം നമ്പൂതിരിക്ക് തിരിച്ചു കൊടുക്കും. ഈ പൂന്താനം നമ്പൂതിരി ഇത് സമ്മാനമായിട്ട്, എനിക്കിത് വേണ്ട, ഞാനിത് സമ്മാനമായിട്ട് അങ്ങേക്ക് തരുന്നു എന്ന് പറയും. സംഗതി കഥകളെല്ലാം കഴിഞ്ഞു. അന്നത്തെ ദിവസം രാത്രിയിൽ ഗുരുവായൂരമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ
പൂജാരിക്ക് ഒരു വോയിസ്, ഒരു അശരീരി കൊടുത്തു. എന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം നാളെ പൂന്താനം നമ്പൂതിരി വരുമ്പം പൂന്താനം നമ്പൂതിരിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പൂജാരി അത്ഭുതസ്ഥനായി. പിറ്റേന്ന് രാവിലെ ശ്രീകോവിൽ തുറന്നിട്ട് ആദ്യം പൂജാരി നോക്കിയത് ഭഗവാന്റെ ആ വിഗ്രഹത്തിലെ കൈകളിലേക്കാണ്. നോക്കുമ്പം ഒരു മോതിരം കിടക്കും, ഒരു സ്വർണ്ണ മോതിരം കിടക്കും. രാവിലെ പൂന്താനം നമ്പൂതിരി വരുമ്പം പൂന്താനം നമ്പൂതിരി കൃഷ്ണ ഗുരുവായൂരപ്പ വന്ന് തൊഴുതുമ്പം ഈ പൂജാരി വിളിച്ചിട്ട്, ഇത് ഭഗവാന്റെ ഡൈറ്റിയിൽ കിടന്ന വിഗ്രഹത്തിൽ കിടന്ന മോതിരമാണ്, അങ്ങേക്ക് ഇത് തരണമെന്നൊരു അശരീരി എനിക്കുണ്ടായിട്ടുണ്ട്, എന്നൊരു വെളിപ്പാടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മോതിരം പൂന്താനം നമ്പൂതിരിയുടെ വിരലിലിട്ട് കൊടുക്കും. പൂന്താനം നമ്പൂതിരിയുടെ കണ്ണിൽ നിന്ന് നിറനിറയായിട്ട് കണ്ണുനീരൊഴുകും. കൃഷ്ണ ഭഗവാനെ, അങ്ങായിരുന്നോ ഇന്നലെ സാമൂതിരിയുടെ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് വന്നത് എന്ന് ചോദിക്കും. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് ഭഗവാൻ നമ്മളോട് കൂടെ നിൽക്കുന്നത്, എത്രയെത്ര അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് വിത്തൗട്ട് എനി ഡൗട്ട് കൃഷ്ണ ഭഗവാനെ കാരുണ്യവാനായ അങ്ങ് മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ എന്ന ഉദ്ധവരുടെ സ്തുതി നമുക്ക് ഓർമ്മിക്കണം. ഓരോ ചുവടിലും നമ്മൾ ഭഗവാന്റെ ആ സ്പർശനം, ആ മണം, ആ രുചി നമ്മൾ കണ്ടറിയണം. രസോ അഹമപ്സു കൗന്ദേയ. സൂര്യ ശ്ലോകം ഏതാണ്? കീർത്തന പഠിച്ചതല്ലേ? രസോ അഹമപ്സു കൗന്ദേയ. രസോ അഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ. സർവവേദേഷു ശബ്ദകേ പൗരുഷം നൃഷു. അർത്ഥം കൂടെ വായിച്ചു. വെള്ളത്തിന്റെ ടേസ്റ്റും സൂര്യചന്ദ്രന്മാരുടെ പ്രകാശവും എല്ലാം ഞാൻ തന്നെയാണ്, പുരുഷന്മാരിലെ പൗരുഷവും ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മൾ തിരിച്ചറിയണം, ഭഗവാനെ ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ പ്രതിബിംബമാണ് എന്ന്. നമ്മുടെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഭഗവാനെ അദമ്യമായി നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭഗവാന്റെ കാൽപ്പാടുകളെ പിന്തുടരുക, അനുകരിക്കാൻ പാടില്ല. ഹരേ കൃഷ്ണ. ഘനശ്യാം ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തവ കഥാമൃതം, തവ കഥാമൃതം സപ്തജീവനം കവിഭിരീദിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാ തതം ഭുവി കൃണേതി യേ ഭൂരിതാ ജനാ. തവ കഥാമൃതം. താങ്ക് യു ഘനശ്യാം. ഹരേ കൃഷ്ണ. തവ കഥാമൃതം, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്നത് അമൃതാണ്, തപ്തജീവനം, പതിതാത്മാക്കൾക്ക് രക്ഷ നേടുന്നുള്ളതിനാണ്. അപ്പം ഭഗവാന്റെ നാമം, തിരുനാമം എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ 16 അക്ഷര മന്ത്രം ജപിക്കുകയും ഭാഗവതം ഭഗവത്ഗീത വായിക്കുകയും അതിലെ ഓരോ വാക്കുകളും നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ താപത്രയം, ഈ 3 തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടും. അതാണ് ഇവിടെ ഉദ്ധവര് പാടിയത്. പാടി ശ്ലോകം. താപത്രയേന അഭിഗതസ്യ ഘോരേ സന്താപിമാനസ്യ ഭവ അധ്വാനീശ പശ്യാമിന അന്യാത് ശരണം തവ ആംഗ്രീ ദ്വന്ദ്വ ആതപത്രാത് അമൃത അഭിവർഷത്. My dear Lord, for one who is being tormented on the terrible path of the birth and death and is constantly overwhelmed by the threefold miseries, I do not see any possible shelter other than your lotus feet, which are just like a refreshing umbrella
that pours down showers of delicious nectar. ഈ ഒരു സന്ദേശം നമുക്ക് ഭഗവാൻ അല്ലാതെ വേറെ ഒരു ആശ്രയവും നമ്മുടെ ജീവിതത്തിലില്ല. അത് 100% ശരിയാണ്, സത്യമാണ്. വേറെ ഒരിടത്ത് പോയി കഴിഞ്ഞാലും പരമമായ ആശ്രയം, പരമമായ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. ജീവിതത്തിൽ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ നമ്മൾ ശരണാഗതി പ്രാപിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഇതിലെ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് കഥ പറയാമെന്ന് പറഞ്ഞു ആമി, ഇല്ലേ? പറയാമെന്ന് പറഞ്ഞല്ലേ? അതെ, കഥ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഫർദർ എന്തെങ്കിലും അതാണ് ദിവ്യതല്ലേ എന്ന് പറഞ്ഞിരുന്നത്? ഹരേ കൃഷ്ണ. അത് ഞാനൊരു ചെറിയൊരു സയന്റിഫിക് ഒരു 4 ഫാക്ട്സ്. ഓക്കെ. ആമി കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ആമി കഥ പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൃഷ്ണൻ ഉണ്ടായതിന്റെ ഒരു കഥയാ. ഒരു 5000 years മുമ്പ് the kingdom of മഥുര എന്ന് പറഞ്ഞിട്ടൊരു കിങ്ഡം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉത്തർപ്രദേശിലെ ഒരു ഫേമസ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ മഥുര വാസ് റൂൾഡ് ബൈ benevolent king ഉഗ്രസേൻ. ഉഗ്രസേന് 2 പിള്ളേരുണ്ടായിരുന്നു, കംസനും ദേവകിയും. അപ്പൊ ഉഗ്രസേന എന്താന്ന് ചെയ്യുന്ന വെച്ചാല് ഉഗ്രസേന്റെ അച്ഛന്റെ നിന്നാണ് ഈ ത്രോൺ കിട്ടിയത്. അപ്പൊ ഉഗ്രസേൻ captured him and put him in the dungeons. ആർക്കും സന്തോഷമില്ലായിരുന്നു ഈ ഉഗ്രസേൻ റൂൾ ചെയ്യുന്നതിനെ പറ്റി. അപ്പം he would എപ്പോഴും ഇങ്ങനെ വാറും പിന്നെ നെയ്ബറിംഗ് കിങ്ഡമിലൊക്കെ വാറൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ at the behest of his ministers, Kamsan agreed to marry his sister Devaki to the prince of Yadava clan, Vasudeva. അപ്പൊ അവൻ വിചാരിച്ചു once the Yadava prince marries his sister, he would be the de facto ruler of Yadava kingdom as well. അപ്പൊ ഈ കംസൻ വിചാരിച്ചു ഈ യാദവ കംസന്റെ സിസ്റ്ററിനെ മാരി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവനൊരു സൈഡ് റൂളർ ആവാൻ പറ്റുമെന്ന്. അപ്പൊ ഈ കല്യാണത്തിന്റെ ഒരു ദിവസം വന്നപ്പോ ഈ entire city of Mathura was decorated well. അപ്പൊ വെഡിങ് കഴിഞ്ഞപ്പോ കംസ drove to the newlyweds to the palace in the royal chariot. പക്ഷെ കംസൻ അവിടെ എത്താൻ കുറച്ചു സമയം മുമ്പ് divine voice was heard saying, കംസ നിന്റെ കല്യാണം like after the marriage of your sister to your Yadava prince, your days on earth are numbered. നിന്റെ അനിയത്തിയുടെ 8ാമത്തെ മകൻ നിന്നെ കൊല്ലുവെന്ന്. അപ്പൊ കംസന് ഇത് കേട്ട് പേടിച്ചു. അപ്പൊ ലൈക്ക് ദേശത്തില് കംസന്റെ സ്വാഡ് എടുത്തിട്ട് ദേവകിയെ കൊല്ലാൻ പോയി. അവൻ വിചാരിച്ചു ദേവകി ചത്താല് ദേവകിക്ക് മോൻ ഉണ്ടാവത്തില്ലെന്ന്. ഇത് കേട്ടിട്ട് It's okay, no issue. ഹരേ കൃഷ്ണ, കണ്ടിന്യൂ ചെയ്തോളൂ, നോ ഇഷ്യൂ. അപ്പൊ വാസുദേവ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബെഗ് ചെയ്ത് ചെയ്യല്ലെന്ന.
അപ്പൊ he promised that he would ഈ പേഴ്സണൽ ആയിട്ട് വസുദേവ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ കൊടുക്കാവുന്ന കംസന് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ പിന്നെ എപ്പോഴും എപ്പ ദേവകി ഒരു കൊച്ചിനെ പ്രസവിച്ചാൽ അപ്പൊ കംസന്റെ ആൾക്കാര് കംസനെ ഇൻഫോം ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കംസന് ഇങ്ങനെ ഡഞ്ചനിൽ പോയിട്ട് ആ കൊച്ചിനെ കൊല്ലും. അപ്പൊ 8 വർഷം കഴിഞ്ഞപ്പോ കംസ ഓൾറെഡി 7 പിള്ളേരെ കൊന്ന്. അപ്പൊ 9ാമത്തെ വർഷത്തില് ദേവകി 8ാമത്തെ ചൈൽഡിനെ എക്സ്പെക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ she knew that the fate of her child was extremely worried. So ദേവകിയുടെ അനിയൻ അവൾ ദേവകിയുടെ 7 പിള്ളേരെ കൊല്ലുന്നത് കണ്ടു. അപ്പൊ അവൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അവളുടെ ഡഞ്ചന് ഇങ്ങനെ കിടന്നു, അങ്ങനെയൊക്കെ പറ്റി. അപ്പൊ കംസൻ felt uneasy as he feared that the prophecy might come true. അപ്പൊ അവൻ പേടിച്ചു പോയി, ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ. അപ്പൊ ഒരു ദിവസം രാത്രിയില് ഭയങ്കര മഴയും കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എക്സാക്ട്ലി 12 മണി മിഡ്നൈറ്റില് ദേവകി 8ാമത്തെ മോനെ പ്രസവിച്ചു. അപ്പൊ ആ കുഞ്ഞുണ്ടായ സമയത്ത് ഈ പ്രിസൺ സെല്ല് ഭയങ്കര വെട്ടമായി, മൊത്തത്തിൽ വെട്ടമായി. ആസ് ഇഫ് 1000 സൂര്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന പോലെ. സോ വസുദേവ എഴുന്നേറ്റ് എന്നിട്ട് ഈ വെളിച്ചം കാരണം വസുദേവ എഴുന്നേറ്റ്. എന്നിട്ട് വസുദേവൻ കണ്ട് ദേവകി നല്ല ഉറക്കത്തിലാണ്, കൊച്ച് സൈഡിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കംസൻ ഒരു വോയിസ് കേട്ടു, വസുദേവ എഴുന്നേക്ക്, this is your newborn son, take him to Gokul where your friend Nand, the head of Gopa tribe, lives, and leave him in his house. He will be safe in the house. അപ്പൊ ഈ ശബ്ദം കണ്ടിന്യൂ ചെയ്തു. യശോദ has also given birth to a daughter tonight. Nand and Yashoda are unaware of the birth of their daughter. Leave your son in their house and bring their daughter back to the cell. Appa they will take care your child as if it's their own son. Appa idu kettu ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ലൈറ്റ് എല്ലാം പോയി. പിന്നെ പ്രിൻസൽ മൊത്തം ഇരുട്ടായി. വസുദേവ ഈ ചെറിയ കൊച്ചിനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഈ വസുദേവൻ ഒരു ബാസ്ക്കറ്റിനകത്ത് വെച്ചിട്ട്, എന്നിട്ട് ഈ പ്രിസണിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴികൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എങ്ങനെ ഇറങ്ങുമെന്ന്. അപ്പൊ ഈ കൊച്ചിനെ ഈ ബാസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ ഫ്രണ്ടിൽ ഒരു അയൺ ഡോർ ആയിരുന്നു. ഇത് തന്നെ തുറന്നു. വസുദേവ സർപ്രൈസ്ഡ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡും എല്ലാം ഉറങ്ങുമായിരുന്നു. അപ്പൊ വസുദേവ പ്രിസണിൽ നിന്ന് ഇറങ്ങി, ഒന്നും അറിയാതെ, carrying the basket on his head. എന്നിട്ട് he came to the banks of Yamuna and noticed that the river was swelled so much due to the heavy rain it felt like an ocean. അപ്പൊ വേറൊന്നും കണ്ണൊന്നും കാണാതെ he started crossing the river on foot. ഇവനെ വസുദേവൻ പേടിച്ചു പോയി. ഇങ്ങനെ ഈ വസുദേവനും കൃഷ്ണനും ഒരുമിച്ച് ഇങ്ങനെ മറ്റേ വെള്ളം കാരണം ഇങ്ങനെ ഒഴുകി പോകുന്ന പേടിച്ച്.
അപ്പൊ ഈ സെല്ലിൽ നിന്ന് ഇറങ്ങാൻ മുമ്പ് ഈ ബാസ്കറ്റ് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പറഞ്ഞോളൂ. സോറി. അപ്പൊ വാസുദേവ ഇങ്ങനെ ഒരു വലിയൊരു മൾട്ടി ഹെഡഡ് സ്നേക്കിനെ കണ്ടു. അത് അവരുടെ അടുത്തോട്ട് വരുമായിരുന്നു. ഈ പേടിച്ചിട്ടും വാസുദേവൻ നിർത്തിയില്ല. ഈ പാമ്പ് വാസുദേവനെയും കൃഷ്ണനെയും ഇങ്ങനെ covered with its hood, effectively protecting them from the rain. This snake was Adi Anand Shesha or simply Sheshanang. അത് കഴിഞ്ഞപ്പോ ഈ ശേഷാനങ് ഈ ഹ്യൂമൻ ഫോമിലോട്ട് ആയി. Like he formed a human. He was born as Balarama, Krishna's elder brother. അത് കഴിഞ്ഞിട്ട് Vasudeva crossed the river comfortably and reached Gokul. He went straight to his friend's Nandaraj's house. എന്നിട്ട് the doors lay open and Vasudeva entered the living chambers. He found Nandaraj and his wife Yashoda in deep slumber. അപ്പൊ ഈ യശോദയുടെ അടുത്തൊരു കുഞ്ഞിരിപ്പുണ്ടായിരുന്നു. എഴുന്നേറ്റിരിക്കുവായിരുന്നു. ആസ് ഇഫ് കുഞ്ഞ് ഈ വാസുദേവൻ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പോലെ. അപ്പൊ വസുദേവന് ഈ കൃഷ്ണനെ യശോദയുടെ അടുത്ത് വെച്ചിട്ട് രാധയും കൊണ്ട് യശോദയുടെ അടുത്തിരുന്ന കൊച്ചിനെ കൊണ്ട് പോയി. ഈ വാസുദേവൻ ഈ കുഞ്ഞിനെ ബാസ്കറ്റ് വെച്ചിട്ട് പുറകെ പോലും നോക്കാതെ ഈ സ്ഥലം വിട്ട് പെട്ടെന്ന് he traced back his steps to the prison. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് വെച്ച സമയത്ത് ഈ കുഞ്ഞ് ഒച്ചത്തി കരഞ്ഞ്. ദേവകി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ എടുത്ത് ദേവകി വിചാരിച്ച് ഈ കുഞ്ഞ് ദേവകിയുടെ സ്വന്തം മോളായിരുന്നെന്ന്. അപ്പൊ ഈ ദേവകി കരയാൻ തുടങ്ങി. ഈ ദേവകിന്റെ അനിയൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ the prison guards അവരും എഴുന്നേറ്റു ഈ സമയമായപ്പോ. അപ്പൊ തന്നെ ഇവര് കംസനെ ഈ കാര്യം അറിയിച്ച്. അപ്പൊ അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇത് ഉണ്ടായത് പെങ്കൊച്ചായിരുന്നു, ആങ്കൊച്ചല്ലായിരുന്നു. കംസൻ അപ്പൊ പെട്ടെന്ന് ഡഞ്ചൻസിലോട്ട് ഹറി ചെയ്തു. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് he did not want to take any chances. The prophecy had clearly mentioned that the 8th born child of Devaki would be the reason for his death. He would eliminate the baby whether a girl or boy. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ദേവകി പറഞ്ഞു, oh brother, have mercy on this little child. She is a girl, not a boy. You have nothing to fear. The prophecy has been proven wrong. Spare her life, I beg you. Kamsan was unmoved. He snatched the baby from Devaki's hand and threw her against the wall. But the baby, she didn't strike the wall. Instead, she remained suspended in the air and then suddenly took the form of an 8-handed goddess. The 8-handed goddess was none other than Goddess Durga. She was riding a lion and held different weapons in her 8 hands. Kamsan
ഇത് കണ്ട് കംസൻ പേടിച്ചു പോയി. അപ്പൊ ദേവകിയും വസുദേവനും ലൈക്ക് ഈ ഗോഡസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. There was a bright halo behind her. That night, the prison cell was filled with bright light once more. Devaki roared, "Evil Kamsa, your slayer has already taken birth. He is alive and safe. One day he'll come back to punish you and for your sins. This day forth, you will find no peace. You will keep thinking about your inevitable end. I can end your life this very moment, but you must wait till the right time." ഇത് കേട്ടിട്ട് like the goddess disappeared. Kamsa like എന്തോ കണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ full shocked ആയിരുന്നു. Appa he thought himself, maybe my slayer got scared and decided not to take birth in my presence, so the prophecy did not come true entirely. He was convinced that the child had taken birth in this prison. Appa he was convinced that ഈ കൊച്ചി ഇവിടെ ഉണ്ടാവായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കൊച്ചിനെ കൊന്നേനെന്ന്. അപ്പൊ he realized that Devaki and Vasudeva and gave them a separate place to live. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാസുദേവ ദേവകിയോട് പറഞ്ഞു about the events like that took place that night. ദേവകി ഇത്രയും വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ഭഗവാന്റെ കൺട്രോളിൽ നിന്നാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്രയും വായിച്ചിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇതെല്ലാം നമ്മൾ എന്തൊക്കെ ആലോചനകൾ ചെയ്തു കഴിഞ്ഞാലും എന്തൊക്കെ പദ്ധതികൾ ചെയ്തു കഴിഞ്ഞാലും അവസാനം ഭഗവാന്റെ പദ്ധതി മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. എന്തേ വീഡിയോ ഓഫ് ആയത്? ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ വളരെ മനോഹരമായിരുന്നു കഥ. അപ്പം എന്തൊക്കെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ 8ാമത്തെ പുത്രനെ കംസനെ കൊല്ലും എന്ന് ആ ശരീരി കേട്ടപ്പോഴത്തേന് ഒരുപാട് അതിന്റെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എത്ര എണ്ണം എടുത്തു, എന്നിട്ടൊന്നും വിജയിച്ചില്ല. അവസാനം ഇതിനകത്ത് ഒരു കാര്യം, ബാസ്ക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, കൈകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയത്. അവിടെ ആ ജയിലിനകത്ത് ബാസ്ക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഒരു മേമ്പടി പോലെ കഥ എഴുതിയവർ എഴുതി വെച്ചതേ ഉള്ളൂ. ഓക്കെ. അപ്പം എത്രയൊക്കെ പദ്ധതികൾ ഉണ്ടായിട്ടും ഭഗവാൻ അവതാരം എടുക്കുകയും ചെയ്തു, കംസനെ കൊല്ലുകയും ചെയ്തു. ഇതാണ് എൻ്റെ കാരണം. അപ്പൊ ഇനി കഥ ഉണ്ടാക്കുമ്പം ഞാൻ 1-2 ടിപ്പ് തരാം എങ്ങനെ കഥ ഉണ്ടാക്കണം. ഒന്ന്, നമ്മൾ കഥ വായിക്കുമ്പം ഏത് കഥയാണ് പറയാൻ പോകുന്നത്, നമ്പർ 1. ഓക്കെ. എന്താണ് സബ്ജക്റ്റ്? ഓക്കെ. ഇതിൽ എന്തൊക്കെയാണ് കഥാതന്തുക്കൾ, അതായത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, കഥാതന്തുക്കൾ എന്തൊക്കെയാണ്? ഓക്കെ. നമ്പർ 3. ഇനി ഇതിനകത്ത് ഏതൊക്കെ കഥാപാത്രങ്ങൾ വരും, ഇവരുടെ എല്ലാം റോൾസ് എന്താണ്, അതിനകത്ത് പ്രധാനപ്പെട്ടത് എന്താണ്, പ്രധാനപ്പെട്ട വാക്കുകൾ എന്താണ്, വരികൾ എന്താണ്, ഇതിനെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ ഈ കഥ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്, ലാസ്റ്റ് പോയിന്റ് ആണ് കൺക്ലൂഷൻ പോയിന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കൺക്ലൂഷൻ. ഇവിടെയാണ് ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ പോലും മാർക്ക് ഇടുന്നത്. ഒരു കൺക്ലൂഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം. 2. പിന്നെ സ്പിരിച്വലി വരും, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇതൊക്കെ നമ്മളൊന്ന് ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ ഇട്ട് വായിക്കണം. വായിച്ചിരിക്കും നമുക്ക് വീണ്ടും വരുമ്പം ഇതിനെ എന്താ പറയുന്നത്, അരച്ച് വരുമ്പോൾ ഇതിനെ നെക്ടറായിട്ട് വരും. നെക്ടറായിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഒരു വിത്തിൻ 5 to 7 മിനിറ്റ് കൊണ്ട് തീർന്നു. മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. എടുത്ത എഫർട്ട് വളരെ മനോഹരമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും എഫർട്ട് എടുത്തു. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? ആരെയും ഹെൽപ്പ് ചെയ്തില്ല? ഗുഡ്. അമ്മയൊന്നും പറഞ്ഞു തന്നില്ല?
അച്ഛനും പറഞ്ഞു തന്നില്ല? പിന്നെ എങ്ങനെ ചൂസ് ചെയ്തു? ഞാൻ കൊറേ കഥകൾ ഇങ്ങനെ സെർച്ച് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലതാണ്. അപ്പം വായിക്കണം. ഭഗവാന്റെ കഥകൾ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം. ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഭഗവാൻ നമുക്ക് എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. പറയൂ. നമ്മൾ വായിച്ച ശ്ലോകവും ഇതെല്ലാം കൂടെ കൂട്ടി. എല്ലാവരും ഓരോരുടെ കർമ്മം ചെയ്യണം. ഇപ്പൊ ഭഗവാനായാലും ചില കർമ്മങ്ങളോട് കൂടിയാണല്ലോ വന്നത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഭഗവാനും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ സോഷ്യൽ ഇംബാലൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടയ്ക്ക് യുദ്ധങ്ങളൊക്കെ ഭഗവാൻ പ്ലാൻ ചെയ്യുന്നത്. ജനസംഖ്യ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെയുള്ള പാൻഡമിക്കും പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അതും അതിന്റെ ഭാഗമായിട്ടാണ്. വളരെ വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റി മരിച്ചു പോകുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം നിൽക്കുന്നത്. ചൈതന്യ മഹാപ്രഭു പക്ഷേ വർഷിപ്പ് ചെയ്ത് കാണിച്ചു. ഭഗവാനാണെങ്കിലും ഭഗവാനെ എങ്ങനെ ഇപ്പം ചില ബോസ് അവര് ഈ ജോലി ചെയ്യുന്നവരെ കൂടെ നിന്ന് ജോലി ചെയ്യും. ചിലര് പോവും. പലതരം ബോസുമാരുണ്ട്. പക്ഷെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ബോസുമാരായിരിക്കും തൊഴിലാളികൾക്ക് ഇഷ്ടം കൂടുതൽ. എന്റെ നാട്ടിലെ എന്റെ ആദ്യത്തെ ബോസ് അങ്ങനെയായിരുന്നു. എന്നെ അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴും എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും അത് തന്നെയായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ആളുകളെ നയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇത് വർഷിപ്പ് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണോ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഇപ്പൊ ലീഡർ ആയാലും സമൂഹത്തിൽ ഉയർന്നതായാലും താഴ്ന്നതായാലും അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവൃത്തികൾ ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഹരേ കൃഷ്ണയിലെ ക്ലാസ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. കാരണം അവരെ സസൂക്ഷ്മം വീക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾ, അവര് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അവര് മറ്റുള്ളവരോട് എത്ര ദുഃഖിയാണല്ലോ വൈഷ്ണവൻ. അപ്പൊ അത് എത്രത്തോളം അവർ ചെയ്യുന്നത് വളരെ ഇതായിട്ട് ഈ വന്നിരിക്കുന്നവരൊക്കെ വീക്ഷിക്കും. സത്യം. അതുകൊണ്ട് അവര് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഞാനും അതിൽ പെടും. അതുകൊണ്ട് നമ്മളെല്ലാരും, ഞാനും. അതെ, അപ്പൊ നമ്മളെ പ്രവർത്തികൾ, നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടും സമൂഹത്തിൽ. നമ്മളെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നാൽ ഇത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പിരിച്വൽ ഇതിന് തന്നെ, കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശമായി മാറും. അതാണ് ഇതിനകത്ത് നമ്മൾ ആ പറയുന്ന പ്രിൻസിപ്പിൾസ് പാലിക്കാൻ നിർബന്ധിതരാണ്. അത് മറ്റുള്ളവരെ കാണിക്കാനും കൂടെ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കാണിക്കാനും അവരത് ചെയ്യാനും ഒക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യില്ല. അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ ആയിട്ടൊരു മെസ്സേജ് ആയിട്ട് ഈ 3 ശ്ലോകത്തിലുള്ളത്. സത്യം. നമ്മള് മുന്നിലാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പം ബാക്കിയുള്ളവരെ നയിക്കാനുള്ള നേതൃത്വവും സാക്രിഫൈസും കൂടും. തീർച്ചയായിട്ടും. ശരിയായ ഒരു ലീഡറിന് മാത്രമേ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുകയുള്ളൂ. സാക്രിഫൈസ് ആണ് ലീഡർഷിപ്പ്. തീർച്ചയായും. ലീഡറിന് എല്ലാം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കൂല. ലീഡർ സാക്രിഫൈസ് ചെയ്താലേ ലീഡർ ആവും. സാക്രിഫൈസ് ചെയ്യാത്ത ഒരു ലീഡർ ആവില്ല. നമ്മളെ ഇപ്പോഴത്തെ ലീഡർ അല്ല. തീർച്ചയായിട്ടും. അതൊക്കെ മാഫിയ നേതാക്കന്മാരാണ്. They are not leaders. അതാണ് പറഞ്ഞത്. അവിടെയാണ് ഓരോന്നിന്റെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം
ബ്രാഹ്മണ ദീക്ഷ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്യണം. ഏതവനെയും കയറിയിട്ട് പൂണിട്ടിട്ട് തൊഴാൻ എനിക്ക് അമ്പലത്തിൽ കയറി പൂജ ചെയ്യണമെന്ന് നടക്കില്ല. നിനക്ക് പൂജ ചെയ്യാം, പക്ഷേ ഇന്ന സ്റ്റെപ്പുകൾ നീ ഫോളോ ചെയ്യണം, നീ അതായി തീരണം. അപ്പൊ അവിടെ അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോകരുത്. അവിടെയാണ് പ്രഭുപാദര് പറയുന്നത് ലീഡർഷിപ്പിൽ വരുന്ന ഒരാള്, അധികാരത്തിൽ വരുന്ന ഒരാള് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്, ലീഡർഷിപ്പിൽ പോകരുത്. രണ്ടും കൂടെ നടക്കില്ല. അതുകൊണ്ടാണ് പൊതുജനം അതിനെ തിരസ്കരിച്ചത്. അവിടെയാണ് വിഷയം വന്നത്. ഇപ്പൊ ചില സംഘടനകളിൽ ചില സംഘടനകളില് ആത്മീയമല്ല, ചില സംഘടനകളില് ഇപ്പോഴും ചില ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറഞ്ഞത് അവൻ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ചില സംഘടനകളിൽ ഇപ്പോഴും ഉണ്ട് ലീഡർഷിപ്പ് ഇരിക്കുന്നയാൾ. അപ്പം അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇരിക്കുന്ന PM, അതുപോലെ നേരത്തെ പോയ വാജ്പേയി, ഈ പറഞ്ഞിരിക്കുന്ന കുമ്മനം, ഇവരൊക്കെ എന്ന് പറഞ്ഞത് അതൊരു ലീഡർഷിപ്പ് ഒരു ക്വാളിറ്റിയാണ്. അപ്പം ബാധ്യതകൾ ഇല്ലെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിനെ സ്വതന്ത്രമായി നയിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് പൊതു പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മള് അങ്ങനെയാണെങ്കിൽ ജനക മഹാരാജാവോ ഇവിടെ അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലഘട്ടം, അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ശ്രീരാമചന്ദ്രൻ ഏകപത്നി വ്രതനായിരുന്നു. ഇപ്പം പിന്നീട് വന്ന യുഗങ്ങളിലും കാലഘട്ടങ്ങളിലും വ്യത്യാസം വന്നു. വ്യത്യാസം വരുമ്പോഴാണ് വീണ്ടും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രൊസീജിയേഴ്സ് വീണ്ടും പുനഃക്രമീകരിക്കുന്നത്. കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം മന്ദാക സുമന്ദമതയോ, ജനക മഹാരാജന്റെ കാലഘട്ടമല്ല കലിയുഗം. ധർമ്മമെല്ലാം പോയി, എല്ലാത്തിനും വിരച്യുതി വന്നു. അപ്പം ജനക മഹാരാജാവ് വിവാഹം കഴിച്ചതുപോലെ ആയിരിക്കത്തില്ല ഇന്ന് രാഷ്ട്രീയക്കാർ വിവാഹം ചെയ്യുന്നത്. അർത്ഥമേ മാറിപ്പോയി. അർത്ഥം അനർത്ഥമായി മാറാതിരുന്നാൽ ഏത് ബന്ധുവാര് ശത്രുവാര്, അല്ലേ? ബന്ധനത്തിൽ ആ പാട്ട് എന്താണ്? മൂടണയും, അല്ലേ? അപ്പൊ നമ്മുടെ വ്യത്യാസങ്ങളുണ്ട്. ജയപ്രകാശ് പ്രഭു ചോദിച്ചത് വാലിഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കാലഘട്ടം വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയല്ല പ്രഭു, ഞാൻ പറഞ്ഞത് പിന്നെ ആള് പിന്നെ രണ്ട് ഡ്യൂട്ടിയും ചെയ്തോണ്ടിരുന്നു ഒരേ സമയത്ത്. അതാ പറഞ്ഞത്. പരിഷിത് മഹാരാജാണെങ്കിലും ഒപ്പം അയാളുടെ ഡ്യൂട്ടിയും ചെയ്തോണ്ട്. ഞാൻ പറഞ്ഞത് പരിഷിത് മഹാരാജാണെങ്കിലും ശരി, ജനക മഹാരാജാണെങ്കിലും ശരി, യുധിഷ്ഠിര മഹാരാജാവാണെങ്കിലും ശരി, അവര് ഭഗവാനെ റിയലൈസ് ചെയ്തിട്ട് ഭഗവാനെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിന് മാറ്റം വന്നു. കലിയുഗത്തില് ധർമ്മത്തിന് ച്യുതിയുണ്ടായി. അപ്പം ഒരു ശകലം സ്പാർക്ക് മതി ഇത് പൊട്ടിത്തെറിക്കാൻ. അപ്പൊ അവിടെ റെസ്ട്രിക്ഷൻസ് കൂടി, ചില ലിമിറ്റേഷൻസ് കൊണ്ടുവന്നു. അപ്പോഴാണ് അതുകൊണ്ടാണ് കലിയുഗത്തിൽ സന്യാസം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരിക്കലും പറഞ്ഞിട്ടില്ല കലിയുഗത്തിൽ സന്യാസം ചെയ്യാൻ പറ്റില്ല. 99.9% സന്യാസം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 0.1% ഉള്ളു. ഒരു സന്യാസി എന്ത് സ്വഭാവമായിക്കോട്ടെ, കുടുംബമായിട്ട് നടക്കുന്നവരുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ പാടില്ല. ഒരു സന്യാസിയുടെ ഡെഫിനിഷൻ നിർവചനത്തിൽപ്പെട്ടതാണ്. കുടുംബമായിട്ട് താമസിക്കുന്നവരുടെ ഗൃഹത്തിൽ സന്ദർശിക്കാൻ പാടില്ല. ഒരു സന്യാസിയുടെ നിർവചനത്തിൽപ്പെട്ടതാണ്. കലിയുഗത്തിൽ അന്തരീക്ഷം വളരെ മാറ്റം ചെയ്തിട്ടുള്ളതാണ്. ഏതു സമയവും സ്പാർക്കിംഗ് ആവും. ശ്രീരാമചന്ദ്രൻ വനവാസക്കാലത്ത് ശ്രീരാമചന്ദ്രന്റെ കയ്യിലെ വാള് കണ്ടിട്ട് സീതാദേവി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഈ അമ്പും വില്ലും ഒക്കെ കൊണ്ട് നടക്കുന്നത്? സീതാദേവി ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ സമയത്ത് വേണ്ടാത്തത് തോന്നില്ലേ എന്ന് സീതാദേവി ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ത്രേതായുഗത്തില് അതായിരുന്നു സംഗതി എങ്കിൽ കലിയുഗത്തിലെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അവിടെ ചില റെസ്ട്രിക്ഷൻസ് വരും. ആ യോഗ്യതയിൽ തന്നെ വേണം, ആ യോഗ്യത തന്നെ ഇരിക്കുകയും വേണം. പണ്ട് 4ാം ക്ലാസ്
പാസ്സായി കഴിഞ്ഞാൽ UP സ്കൂളിൽ പഠിപ്പിക്കാമായിരുന്നു. ശരിയല്ലേ? ഇത് വ്യത്യാസം വന്നു. TTCയും പാസ്സാവണം, അല്ലെങ്കിൽ B.Edഉം പാസ്സാവണം, എങ്കിലേ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ പദ്ധതിയുള്ളൂ. കാലഘട്ടം വ്യത്യാസം വന്നു. ജയപ്രകാശ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനകത്ത് വാദപ്രതിവാദമുണ്ടോ? ഞാൻ എന്റെ അറിവ് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വാഗ്വാദത്തിന് ഇപ്പൊ ഇല്ല. ഇല്ല, ഞാൻ വാഗ്വാദം എന്നുള്ള രീതിയിലല്ല, സംശയങ്ങൾ ചോദിക്കാം. വീണ്ടും അറിയാത്തത് ചോദിച്ചിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. ചോദിക്കാം. ഇവിടെ നേതൃത്വത്തിലുള്ളവർ ശ്രദ്ധിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് കലിയുഗത്തില് സത്യസന്ധരെങ്കിലും ആയിരിക്കണം. നമ്മൾ പിന്തുടരുമെന്നാണ് പറയുന്നത്. അതെ, അവരെ പിന്തുടരും സമൂഹം. അവര് അതെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പ്രഭു ഇത്രയും പോണ്ടായിരുന്നു. ഞാൻ ആചാര്യന്മാരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ കുടുംബസ്ഥരായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്നലെ വീണ്ടും ഒരു കാര്യം പറഞ്ഞു. ഇപ്പം ഇന്നലെ ഒരു പ്രീച്ചിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാണ്, പണ്ടുള്ള ഒരു വിവാദം ഞാൻ പറഞ്ഞില്ല, സബ്ജക്ട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതാണ്. ആ ഒരു മാതാജിയുടെ ക്ലാസ് ആണ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊക്കെ ശ്രേഷ്ഠരായ, അതായത് വലിയ ഗ്രേഡിൽ നിൽക്കുന്ന ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ്. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായി ഒരു റെസ്ട്രിക്ഷൻ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കൃത്യമായിട്ടാണ് മാതാജി പറഞ്ഞു. അവിടെ ഓരോ ചെവിടും നിൽക്കേണ്ടത്, ജീവിക്കേണ്ടത് ഭഗവാനെ ഓർമ്മിച്ചിട്ട്, യത് കരോഷ്യതസ്നാസി യജ്ജുകോഷ്യദാസി യത് തപസ്യ കൗന്ദയ തത്പുരുഷമതർപ്പണം. നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ച് ചെയ്യുക, അതായത് ധാർമ്മികമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ആചാര്യന്മാര് കൊണ്ടുവന്ന സ്ട്രിക്റ്റ് ഒരു കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കണം. അതേസമയം കുടുംബജീവിതത്തിൽ ഉള്ള ആ ഒരു പ്രൊസീജിയർ ആയിരിക്കത്തില്ല ആചാര്യന്മാരുടെ സ്ഥാനത്ത് ഇരിക്കുന്നവർ ചെയ്യേണ്ടത്. ഇതാണ് വ്യത്യാസം. ചുരുക്കത്തിൽ ഇതെല്ലാം ഒക്കെ ആയിട്ടും ഭഗവാന് സമർപ്പിതമായിട്ട് ജീവിക്കുക, അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തിലോട്ട് മുന്നോട്ട് പോവുക. ഞാൻ എൻ്റെ ഭക്തി ഇംപ്രൂവ് ചെയ്യുന്നത് അത് അസൂയാരഹിതമായിരിക്കണം, ഭഗവാനോടുള്ള നിഷ്കളങ്കമായ പ്രേമത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് തോന്നുകയുള്ളൂ. ഇതാണ് സുശീം പ്രഭു പറഞ്ഞു വന്നത്. ശരിയാണ്, അത് എനിക്കും ആപ്ലിക്കബിൾ ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നിവേദിന് പറ്റിയില്ല. നിവേദ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സെഷനിൽ വെക്കുകയാണ്. ഞാൻ ഈ അടുത്ത വെള്ളിയാഴ്ചയായിരുന്നു ഒരു സ്പെഷ്യൽ സെഷൻ വെക്കാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇതിന്റെ ഫ്രെയിംവർക്ക് എല്ലാം ചെയ്തു. അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ പോലെ ഒരു സ്പെഷ്യൽ സെഷൻ ഈ വരുന്ന വെള്ളിയാഴ്ചയുടെ അടുത്ത വെള്ളിയാഴ്ചയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തു. 12-ാം തീയതി അല്ല, 12, 7, 19-ാം തീയതി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 12-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. 19-ാം തീയതി